നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് സിമ്പിൾ. കേരളത്തിന്റെ ഗവർണറുടെ പേരെന്ത്? അല്ലെ, എല്ലാവർക്കും അറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എത്രാമത്തെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ചോദിച്ചാൽ 22ാമത്തെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 22ാമത്തെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. 23ാമത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും അദ്ദേഹം 12ാമത്തെ വ്യക്തിയാണ്. 23ാമത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും അദ്ദേഹം 12ാമത്തെ വ്യക്തിയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ആരിഫ് മുഹമ്മദ് ഖാനും ശ്രീ പിണറായി വിജയനും അവിടെ പൂർത്തിയായി. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഇപ്പൊ അത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാന്റെ പേര് ശ്രീ പിണറായി വിജയൻ. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉണ്ട്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. പഠിക്കണം, VK രാമചന്ദ്രൻ. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയനാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. പ്ലാനിംഗ് ബോർഡ് ചെയർമാനായി, വൈസ് ചെയർമാനായി. ഇനി അടുത്തത്, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നല്ല ചോദ്യമാണ്. ആശിഷ് ജിതേന്ദ്ര ദേശായി. AJ ദേശായി എന്ന് വേണേലും പഠിക്കാം. ആശിഷ് ജിതേന്ദ്ര ദേശായി ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 38ാമത്തേതാണ്. 38ാമത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്. അടുത്തത്, ആരാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളത് 49ാമത്തെ കേരള ചീഫ് സെക്രട്ടറി ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് ഡോക്ടർ വി വേണു. ഓൾറെഡി അറിയാവുന്ന പലരുമുണ്ട്, അവർക്ക് റിവിഷനും അറിയാത്തവർ പഠിച്ചുമിരിക്കേണ്ട പോയിന്റ് ആണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത്തത്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 23ാമത്തത്, 12ാമത്തെ വ്യക്തി. പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ശ്രീ പിണറായി വിജയൻ, വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി 38ാമത്തത്, ചീഫ് സെക്രട്ടറി വി വേണു 49ാമത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലിന്റെ പേര് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലിന്റെ പേര് K ഗോപാലകൃഷ്ണ കുറുപ്പ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അടുത്തത്, ആരാണ് സംസ്ഥാന പോലീസ് മേധാവി? കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓർമ്മയുണ്ടോ? ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള സംസ്ഥാന പോലീസ് മേധാവി. ലോക്നാഥ് ബെഹ്റ എന്നോ ഒക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ അതൊന്നും പോയില്ലേ കേട്ടോ. കേരള സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ്. ഇനി അടുത്തത്, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 6ാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് SM വിജയാനന്ദ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 6ാമത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് SM വിജയാനന്ദ്. ഇനി അടുത്തത്, കേരള PSC ചെയർമാൻ MR ബൈജു. അല്ലെ, കേരള PSCയുടെ ചെയർമാന്റെ പേരാണ് MR ബൈജു. അറിയാവുന്ന പോയിന്റ് ആണ്. അടുത്തത്,
തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാൻ ആണ് കെ ദിനേശൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാന്റെ പേര് കെ ദിനേശൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാന്റെ പേര് കെ ദിനേശൻ. അടുത്തത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേര് ഹരി. വിവരാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേര് വി ഹരിനായർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ചെയർമാന്റെ പേര് എ ഷാജഹാൻ എന്നാണ്. അവിടെ ശ്രദ്ധിക്കണം, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ ആണ്. എന്നാൽ ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള ആരെന്ന് ചോദിച്ചാൽ സഞ്ജയ് കൗൾ എന്ന് പഠിക്കണം. സഞ്ജയ് കൗൾ. ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള സഞ്ജയ് കൗൾ. ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള ആരാണ്? ഷാജഹാൻ. എ ഷാജഹാൻ. ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള സഞ്ജയ് കൗളാണ്. അടുത്തത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പി സതീദേവി. ഏഴാമത്തെ അധ്യക്ഷയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഏഴാമത്തെ അധ്യക്ഷയാണ് പി സതീദേവി. ശ്രദ്ധിക്കൂ. ചീഫ് സെക്രട്ടറി ബി വേണു നമ്മൾ പറഞ്ഞു. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള. ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള സംസ്ഥാന പോലീസ് മേധാവി. എം വിജയാനന്ദ് ആറാമത്തെ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. കേരള PSC ചെയർമാന്റെ പേര് MR ബൈജു. അടുത്തത് ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാന്റെ പേര് കെ ദിനേശൻ. വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേര് വി ഹരിനായർ. ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള എ ഷാജഹാൻ. ഇലക്ടറൽ ഓഫീസർ ഓഫ് കേരള സഞ്ജയ് കൗൾ. പിന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. ഏഴാമത്തെ വനിതാ ചെയർപേഴ്സൺ ആണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് പ്രധാനപ്പെട്ട ആൾക്കാരാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്, കൃത്യമായിട്ട് ഓർത്ത് പഠിക്കേണ്ട പേരുകൾ തന്നെയാണ്. അപ്പൊ അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ് കൂടുതൽ ആൾക്കാര്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചേ, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. എന്നാൽ വനിതാ വികസന കോർപ്പറേഷൻ അപ്പൊ വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ KC റോസക്കുട്ടിയാണ്. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രദ്ധിക്കണേ, വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആര്? പി സതീദേവി. എന്നാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടാമത് പറഞ്ഞത് വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടിയാണ്. അത് പഠിക്കുക. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ അധ്യക്ഷൻ എ റഷീദ്. ന്യൂനപക്ഷ അധ്യക്ഷന്റെ പേര് എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷനാണ് എ റഷീദ്. അടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. ഇനി അടുത്തത് KAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അതിന്റെ അധ്യക്ഷനാണ് CK അബ്ദുൾ റഹീം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനാണ് CK അബ്ദുൾ റഹീം. നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ പി സതീദേവി ഏഴാമത്തെ അധ്യക്ഷയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ KC റോസക്കുട്ടിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ അധ്യക്ഷൻ എ റഷീദാണ്.
സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേരാണ് KV മനോജ് കുമാർ. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനാണ് CK അബ്ദുൾ റഹീം. അടുത്തത് PAC എന്ന് പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാന്റെ പേര് സണ്ണി ജോസഫ് എന്നാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാന്റെ പേര് സണ്ണി ജോസഫ് എന്നാണ്. പഠിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആര്? സണ്ണി ജോസഫ് ആണ്. 11ാമത്തെ ശമ്പള കമ്മീഷൻ ചെയർമാന്റെ പേര് 11ാം പേരാണ് മോഹൻദാസ്. മോഹൻദാസ്. 11ാം ശമ്പള കമ്മീഷൻ ചെയർമാന്റെ പേരാണ് മോഹൻദാസ്. 11ാം ശമ്പള കമ്മീഷൻ ചെയർമാന്റെ പേരാണ് മോഹൻദാസ്. അടുത്തത്, അപ്പൊ അത് ശ്രദ്ധിച്ചോണം. 11ാം ശമ്പള കമ്മീഷൻ മോഹൻദാസ്. മോഹൻദാസ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ. സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷനാണ് ഷറഫ് അലി. ഷറഫുദ്ദീൻ അല്ല, ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷന്റെ പേര് ഷറഫ് അലി. അപ്പൊ ഇത്രയും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ CK അബ്ദുൾ റഹീം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫ്. 11ാം ശമ്പള കമ്മീഷൻ മോഹൻദാസ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഷറഫ് അലി. അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെയും വൈസ് ചെയർമാനെയും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ചെയർമാന്റെ പേര് രഞ്ജിത്ത് ബാലകൃഷ്ണൻ എന്നാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പേര് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. വൈസ് ചെയർമാൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. വൈസ് ചെയർമാൻ പ്രേംകുമാറാണ്. അടുത്തത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പറയുന്നത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അധ്യക്ഷനാണ് ഷാജി എൻ കരുൺ. പഠിക്കണം. ഷാജി എൻ കരുൺ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അധ്യക്ഷനാണ് ഷാജി എൻ കരുൺ. അടുത്ത പോയിന്റ്, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് അധ്യക്ഷൻ. സിനിമാ നടനാണ്, അറിയാം, മധുപാല്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ അധ്യക്ഷനാണ് മധുപാല്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. എന്നാണ് പറഞ്ഞത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റിന്റെ പേര് K സച്ചിദാനന്ദൻ. സാഹിത്യം സച്ചിൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? സാഹിത്യം സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദൻ പ്രസിഡന്റ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാന്റെ പേരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറ്. സംഗീത നാടക അക്കാദമി. ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാന്റെ പേരാണ് OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമി ചെയർമാന്റെ പേര് മുരളി ചീരോത്ത്. കൊച്ചി മെട്രോയുടെ MD ആണ് ആര്? കൊച്ചി മെട്രോ MDയുടെ പേര് ലോക്നാഥ് ബെഹ്റയാണ് അല്ലെ. ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ MD. കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ ഷറഫ് അലി. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ. വൈസ് ചെയർമാൻ
പ്രേംകുമാർ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അധ്യക്ഷന്റെ പേര് ഷാജി എൻ കരുണാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ അധ്യക്ഷൻ മധുപാലാണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കൊച്ചി മെട്രോ MD ലോകനാഥ് ബെഹ്റയാണ്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർത്തത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാവർക്കും നന്ദി.